ഹിന്ദുക്കൾ ബീഫ് കഴിക്കാറുണ്ടെന്ന ലാലു പ്രസാദ് യാദവിന്റെ പ്രസ്താവന രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് അധികാരത്തിലെത്തിയാൽ ബീഫ് നിരോധിക്കുമെന്ന് ബി.ജെ.പി. നേതാവ് സുശീൽ കുമാർ മോഡി പ്രഖ്യാപിച്ചിരുന്നു. ബി.ജെ.പി. നേതാക്കൾ ഇക്കാര്യം തിരഞ്ഞെടുപ്പ് വിഷയമായി ഉന്നയിക്കുന്നതിന്റെയാണ് കടുത്ത അതൃപ്തി അറിയിച്ച് എൻ.ഡി.എ ഘടകകക്ഷികളായ എൽ.ജെ.പിയും ആർ.എൽ.എസ്.പിയും രംഗത്തെത്തുന്നത്. ദളിത് ഒ.ബി.സി വോട്ടുകൾ പ്രതീക്ഷിക്കുന്ന ഇരു പാർട്ടികളും തങ്ങളെ പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങൾക്കിടയിൽ ബീഫ് നിരോധനം തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ്. മുസ്ലിം വോട്ടുകൾ ബി.ജെ.പിക്കെതിരെ ഏകീകരിക്കുകയും ചെയ്യാം. ബി.ജെ.പി. നിരോധനം പ്രഖ്യാപിച്ചെങ്കിലും എൽ.ജെ.പി. ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നും എന്തു കഴിക്കണമെന്നല്ല തിരഞ്ഞെടുപ്പിൽ ഉന്നയിക്കേണ്ടതെന്നും എൽ.ജെ.പി. നേതാവ് രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ ആഞ്ഞടിച്ചു. This is something our party is yet to sit and take a final call on. But as of now, I think our state has bigger issues to deal with than to think that what to eat and what not to eat. ഘടകകക്ഷികളുമായി ചർച്ച ചെയ്യാതെയാണ് ഇത്തരം പ്രഖ്യാപനമെന്നാണ് കേന്ദ്രമന്ത്രി ഉപേന്ദ്ര കുശ്വാഹയുടെ ആർ.എൽ.എസ്.പി. വ്യക്തമാക്കുന്നത്. തിരഞ്ഞെടുപ്പിന്റെ അജണ്ട വികസനമാണെന്നും ബീഫ് നിരോധനമല്ലെന്നും കുശ്വാഹ റിപ്പോർട്ടറോട് പറഞ്ഞു. किसी भी जाति विशेष या धर्म विशेष या व्यक्ति विशेष की भावना को ठेस पहुंचाने वाली कोई बात बड़े नेताओं को नहीं बोलना चाहिए, यह ठीक नहीं है. സംവരണം പുനഃപരിശോധിക്കണമെന്ന ആർ.എസ്.എസ്. മേധാവിയുടെ പ്രസ്താവനയ്ക്കെതിരെയും നേതാക്കൾ കടുത്ത അതൃപ്തിയാണ് അറിയിക്കുന്നത്. ഏതായാലും ഹിന്ദു വോട്ടുകളുടെ ധ്രുവീകരണം ലക്ഷ്യമിട്ട് ഉന്നയിച്ച ബീഫ് വിഷയം മുന്നണിക്കകത്ത് തന്നെ എതിർപ്പുയർത്തിയത് ബി.ജെ.പിയെ വെട്ടിലാക്കിയിരിക്കുകയാണ്. പട്നയിൽ നിന്നും എം ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ.